ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ നാളായി വീഡിയോ ഇട്ടിട്ടെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ പുതിയൊരു ഒരു യാത്ര പോവുകയാണ്. നമ്മളെന്നും പറയുന്ന പോലെ നമ്മുടെ കൂട്ടത്തിൽ എക്സ്ട്രാ ആളായിട്ട് നമ്മുടെ സ്വന്തം മെറിഞ്ചോ ഉണ്ട്. മെറിഞ്ചോ IAM ജീവിതമൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വന്നത്. അപ്പം ഞങ്ങൾ ട്രിപ്പ് പോകുന്നതെന്ന് പറയുമ്പോൾ ഞാനും വരുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ എന്നാൽ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ആയിട്ട് ട്രിപ്പ് പോവുകയാണ്. നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പ്രശ്ന സസ്പെൻസ് ഒന്നുമില്ല. നമ്മൾ നേരെ എവിടെ പോകുന്നത്? കൊടൈക്കനാലിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിത് ഇപ്പോൾ ഇവിടുന്ന് പാലച്ചോട്ടിൽ നിന്ന് ഇറങ്ങുക. ടോം തോമസൻ വന്നിട്ടുണ്ട്. ഞാൻ ടോം തോമസനെ കാണിച്ചു തരാം. അപ്പം ബായ്. അപ്പം സ്റ്റേ ട്യൂൺഡ്. എല്ലാം വരും. പണിയെടുക്കുന്ന കഷ്ടം. ഹായ് ടോം തോമസൻ, വ്ളോഗർ ടോം തോമസൻ. കഴിഞ്ഞ പ്രാവശ്യം രണ്ട് വ്ളോഗുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അതെ അതെ അതെ, ടോം തോമസനെ കാണത്തില്ല. ടോം തോമസനെ. ടോം തോമസൻ മാത്രം കഷ്ടപ്പെട്ട് ഇതൊക്കെ തൂക്കുന്നു. ടോം തോമസനെ കാണത്തില്ല. ഇല്ല, ടോം തോമസനെ കാണുന്നില്ല. ഇപ്പോഴാണ് ശരിക്കും കാണുന്നത്. ഓഫീഷ്യലായിട്ടുള്ള സംഭവമാണ്. ഞാൻ ടോമണ്ണന്റെ വ്ളോഗിൽ മാത്രം കൊടുത്തുള്ളൂ. എനിക്ക് മേല സീൻ. അപ്പൊ നമ്മളിവിടുത്തെ ടോം തോമസ് ഉണ്ട്, റിയാബ്രേറ്റ് ഉണ്ട്. റിയാബ്രേറ്റ് എന്ത്? റിയാബ്രേറ്റ് സേ ഹൈ ടു വ്ളോഗ്. മെറിഞ്ചോ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ നമ്മളിത് ഷെറവയുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ടോം തോമസന്റെ ഇന്നോവയായിട്ട് ഞങ്ങൾ ഷെറവയുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഷെറബേനും ശ്രീമറിനെ നമ്മൾ ഇവിടുന്ന് പിക്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ ബെല്ലടിക്കട്ടെ. അയ്യോ, എന്നെ കാണത്തില്ലല്ലേ? ഇരുട്ട. ലൈറ്റ് വന്നു. പിന്നെ ലൈറ്റ് പോയി. ഇപ്പൊ ലൈറ്റ് വന്നു. ഹായ് ഗൈസ്. ഞാൻ അറിയാതെ ബെല്ലടിച്ചു ഗൈസ്. അവർ ഉറങ്ങുമായിരുന്നു. ഓക്കെ, മീൻസ് ഫാദർ ആൻഡ് ഡാഡി ആൻഡ് മമ്മി ഉറങ്ങുമായിരുന്നു. ദേ ഗൈസ്, നമ്മുടെ ഷെറവഗുരിനെ എത്തിയിരിക്കുകയാണ്. അടുത്ത ആള് ശ്രീകുമാർ എത്തിയിരിക്കുകയാണ്. എവിടോ ട്രിപ്പിനൊക്കെ പോകാൻ തന്നെയാ പറഞ്ഞത്. എനിക്കറിയത്തില്ല ട്രിപ്പിന് തന്നെയാണോ പോകുന്നത് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ പെട്ടിയും മാണ്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ, കാണിക്കാം. ഗായ്സ് നോക്കൂ ഗായ്സ്, ഇരുട്ടത്ത് നടന്നു വരുന്ന ഇരുണ്ട മനുഷ്യൻ നോക്കുന്നു ഗായ്സ്. ഹായ് ഗായ്സ്. അതെ, എനിക്ക് തോന്നി. അതെ, കുറച്ച് സീരിയസ് ഇവിടെ ഫ്രണ്ടില് ചന്ദ്രൻ ചേട്ടോ. കൊറേ നാളായല്ലോ വ്ളോഗില് കഴിഞ്ഞത്. എന്നാണ്ട് വിശേഷം? അങ്ങനെ ചന്ദ്രൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ട്രിപ്പിൽ വരാനുള്ള എല്ലാരും എത്തിയിരിക്കുകയാണ്. എല്ലാരും എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ യാത്ര തുടങ്ങിയാണ്. അപ്പം ഓക്കെ ഗൈസ്, ടാറ്റാ. അങ്ങനെ നമ്മൾ മുക്കുപ്പാണ്ടി. ഹായ് ഗൈസ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ്. ടോം തോമസൻ പാട്ടൊക്കെ പാടാൻ തുടങ്ങി. ബാക്കിയോട് പാട്. കോപ്പിറൈറ്റ്.
അപ്പോഴേക്കും നമ്മൾ എവിടെ എത്തി? നമ്മൾ തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ്. നമ്മളങ്ങനെ യാത്ര ചെയ്ത് കുമ്മളി വഴി തമിഴ്നാടികൾ ഹിന്ദുസ്ഥാൻ മിക്കവരുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ കുറെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഇനിയുണ്ട് ഒരു 5 മണിക്കൂർ. ഒരു 2:30 ആകുമ്പോഴേ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മളിപ്പോ കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊണ്ട് ബാക്കിയുള്ള വിഷ്വൽസ് കാണിക്കാം. ഓക്കെ, അയ്യോ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എന്തോ സ്ക്രീൻ മാറ്റി തോന്നുന്നു. ഓക്കെ, തരാ. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളുടെ കുറെ ട്രാവൽ ചെയ്ത് എവിടെ വരെ എത്തിയടാ? എവിടെയാടാ സ്ഥലം? ഇത് നമ്മുടെ ചിന്നമണ്ണൂർ കഴിഞ്ഞ 5 കിലോ അവിടെ വരെ എത്തി. അപ്പൊ ഞങ്ങളത് പിറ്റ് സ്റ്റോപ്പ് വാഷ്റൂം ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇവിടെ ഒരു കയറിയോ? ടോം ദോസം വേണം ബാത്റൂം റിവ്യൂ എന്ന് പറഞ്ഞു. ഇത് പഴം എടുത്തത്. ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ കയറിയതാ. നീ എത്ര നേരം എടുക്കും? ഒരു 2:30 ആകുമ്പോൾ എത്തുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചത്. അയ്യോ ഓക്കെ, 2:30 ആകുമ്പോൾ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. സോ ചന്ദ്രൻ എന്താ പറയാനുള്ള അഭിപ്രായം പറയൂ. ഓവറോൾ എക്സ്പീരിയൻസ് കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമൊന്നുമില്ല. ടൂറിലൊന്നും ഇല്ലെങ്കിൽ സൂപ്പർ ആയിട്ട് പോകും. ചേച്ചി ഞങ്ങളെ പറ്റിച്ചു. ഈ ചേച്ചിയല്ല, സോറി, ഈ ചേച്ചി പാവ. ഞങ്ങൾ അവിടെ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ നിർത്തി. എനക്ക് അന്ത നാട്ടില് വന്ന് കറുമ്പ് പാടം ഇருக்கு. നമ്മ പാടത്തിൽ നിന്ന് கொஞ்சம் விலைக்கு தான் ஜூஸுக்கு அந்த கரும்பு போடுற. இங்க ഇവിടെ വന്ന് എന്താ ചേച്ചി നമുക്ക് 35 രൂപയ്ക്ക് ഒരു ജ്യൂസ്. 5 ജ്യൂസ് വന്ന് 175 രൂപ. അത് നമ്മൾ 3 കേട്ടുള്ളൂ. നമ്മ 3 ചോദിച്ചേ, 5 പോട്ടെ. എണ്ണ തമ്പി നോക്കുന്ന എങ്ങനെയായിരുന്നു വാഷ്റൂമിന്റെ ടൂർ? അല്ല, വാഷ്റൂം എങ്ങനെ ഉണ്ടായിരുന്നു? വൃത്തി ഉണ്ടായിരുന്നു? ഇന്ത്യൻ ഓയിലിലെ പമ്പാണ് ഗൈസ്, നല്ല പമ്പായിരുന്നു. ഇങ്ങ വന്ന് കുഞ്ചു തെങ്കിലേക്ക് ഇത് അവിടെ കുറെ കുഞ്ഞു തെങ്ങ് ഗൈസ്. ഇവിടെ മുഴുവൻ ഫ്രീ. ഇത് കണ്ടോ, മുഴുവൻ വെറുതെ കിടക്കുന്ന സ്ഥലമാണ്. നമ്മളിവിടെ കുറെ സ്ഥലം കിട്ടിയതേക്ക്. അവൻ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നു. അതാണ് സംഭവം. പോകുന്ന വഴി കാണിച്ചു തരാം. അങ്ങനെ നമ്മളുടെ എവിടെ എത്തിയ ബ്രിഡ്ജ് എവിടെ എത്തി? കൊടൈക്കനാൽ എത്തി. അതെ, നമ്മൾ കൊടൈക്കനാൽ എത്തി ഗൈസ്. ഷാജയും എല്ലാരും ക്ഷീണിച്ചിരിക്കുക. ഫുഡ് കഴിക്കാൻ കിട്ടാതെ ഫുൾ ക്ഷീണിച്ചിരിക്കുക. ചന്ദ്രനെ കൊടുക്കാൻ ഗൈസ്. എന്റെ പൊന്നു ഗൈസ്, ഞങ്ങളുടെ വണ്ടിക്ക് ഒരു ഡ്രൈവർ ഉണ്ട്, ടോം തോംസൺ. അവനോട് ഞങ്ങൾ പറഞ്ഞു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. എന്റെ ഹെയർ കാണുന്നില്ല. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അവൻ തമിഴ്നാട് സ്റ്റൈല് ബിരിയാണി 2 മണിക്കൂറൊക്കെ മറ്റേ മാപ്പൊക്കെ ഇട്ട് ഏതോ കോണത്തിലൊക്കെ പോയിട്ട് തമിഴ്നാട് സ്റ്റൈല് ബിരിയാണി ഇല്ല. അവസാനം ഏതോ കേരള ഹോട്ടലിൽ വന്ന് കേരള സ്റ്റൈല് ബിരിയാണി. കോട്ടയത്തൊന്ന് ഇവിടെ വരെ വന്ന്. അതെ ഗൈസ്, ഞാൻ ഏറ്റവും സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തമിഴ്നാട് ബിരിയാണി കൊടുത്തേനെ. പക്ഷേ മൂത്രത്തിൽ ശങ്ക, അങ്ങനെ ഒരു അസുഖം നമ്മുടെ ചന്ദ്രനുള്ളത് കാരണം അവൻ അടുത്തുള്ള ഹോട്ടലിൽ തന്നെ കയറിയേ പറ്റുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരേണ്ടത് നമ്മളിവിടെ കയറി അല്ലേ?
അപ്പൊ കേസ് നമ്മൾ അങ്ങനെ കൊടൈക്കനാലെത്തി. ഫുഡ് കഴിച്ചിട്ട് ഇനി ഇവിടുന്ന് ഒരു 2 hour പിന്നെയും ഡ്രൈവ് ഉണ്ട് നമുക്ക്. നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് മന്നവന്നൂരിലേക്ക്. സോ അതൊക്കെ മന്നവന്നൂർ. സോ അതൊക്കെയാണ് പ്ലാൻസ്. അപ്പൊ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളിത് ഇവിടം വരെ എത്തി. നമ്മളിത് കൊടൈക്കനാലിൽ നിന്ന് കൊടൈക്കനാൽ എങ്ങോട്ടാണ് പോകുന്നിട്ട് പോണ്ട? സ്ഥലത്തിന്റെ പേര് ടോമണ്ണന് മാത്രമാണ്. പൂണ്ടിലോട്ട്. പൂണ്ടിലല്ലേ? എവിടെ ഒരിടത്തോട്ട് പോവാ ഗീസ്. സ്ഥലത്തിന്റെ പേര് ബ്ലൂ ഹട്ട്സ്. അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് നമ്മൾ ഒരിടത്ത് നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാ. മെറിജോ ഒക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ. വേറെ എന്താ വിശേഷം? വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നല്ല ക്ലൈമറ്റ് ആട്ടോ. നല്ല അത്യാവശ്യം തണുപ്പുണ്ട്, എന്നാൽ അത്ര വലിയ തണുപ്പില്ല. കൈൻഡ് ഓഫ് ഒരു അങ്ങനത്തെ ഇതാണ്. നൈസാ. ദേ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകും. ഫോട്ടോ ഒക്കെ ഐഡിയാവേ തരാം. ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം ശശിയേട്ടന്റെ ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. ചന്ദ്രൻ പറഞ്ഞു സ്വിറ്റ്സർലൻഡ് എന്നും പറഞ്ഞോണ്ടിരിക്കുകയാണ്. മെർജമുണ്ട്. ഇഷ്ടപ്പെട്ട റിയബിൾ ജോസഫ് എന്താണ്? ഹോം സ്റ്റേ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പറക്കാം. അതാ ഞാൻ പറയാം. തണുപ്പുണ്ടെങ്കിൽ അടിപൊളി. ചെറിയ ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതാ ടോം ദിവസം പറഞ്ഞു ഇവിടെ റീൽ എടുക്കാൻ അടിപൊളി. സോ ഗൈസ്, അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കുറെ ഷോർട്സ് ഒക്കെ കാണിക്കാം. ബാക്കി ഇവിടെ വിശേഷങ്ങൾ ഞാൻ വരുന്ന വഴി കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഒരു കോട്ടേജ്. ഇതാണ് രണ്ടാമത്തെ കോട്ടേജ്. ചന്ദ്രൻ കയറി വരുന്ന എടുക്കാണ് എന്ന് പറഞ്ഞ്. ഗൈസ്, ഇതാണ് കോട്ടേജ്. ഇതാണ് നമ്മുടെ സംസാരം കുര്യൻ. കോട്ടേജിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ഇങ്ങനെ സൈഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. സോ ഇതാണ് നമ്മുടെ സ്വന്തം ശശിയേട്ടൻ്റെ കോട്ടേജ്. ശശി ഹായ് ഹായ്. ഒരു പട്ടി സാറുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട് ഇവിടെ. പീസ് ഓഫ് മൈൻഡ് ആണ്. വെറുതെ പീസ് ഓഫ് മൈൻഡ് ആയിട്ടിരിക്കാം. ഹായ് ഹായ്. സോ ദാറ്റ്സ് ഇറ്റ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഗായ്സ്, അപ്പൊ നമ്മൾ ഇവിടെ വന്നു, ചെക്ക് ചെയ്തു, ഫ്രഷ് അപ്പ് ഒക്കെ ആയി. എന്നിട്ട് നമ്മള് ഇപ്പൊ ഇവരെല്ലാം ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. അതേ കണ്ടോ? റിയബ്രിജിത്ത് ആൻഡ് മെറിൻജോബ് എവിടെ കേൾക്കാൻ? ഇവിടെ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്, വെരി ഗുഡ് പ്ലേസ്. ഭയങ്കര പീസ്ഫുൾ ആണ്, ഭയങ്കര കാം ആണ്, ഭയങ്കര ഒരു നേച്ചറിസ്റ്റിക് വ്യൂ, ഭയങ്കര അടിപൊളിയാണ്. ഓൾ താങ്ക്സ് ടു ടോം ആണ് കണ്ടുപിടിച്ചതാണ് എന്നോട് പറഞ്ഞത്. ഐ ഡോണ്ട് നോ. ഐ വിൽ കുറച്ച് ഇൻസ്റ്റാഗ്രാമബിൾ വൃത്തിയായിട്ടുള്ള കുറച്ച് പിക്സ് ആൻഡ് വീഡിയോസ് എടുക്കും. വി ആർ ട്രൈയിങ് ടു ക്യാപ്ചർ എവറി മൊമെന്റ്. എന്തിനെ പറ്റി കൊള്ളാം, നൈസ് ആണ്, ഒരു പീസ്ഫുൾ. മറ്റേ ലാലേട്ടന്റെ ഡയലോഗ് പോലെ നമുക്ക് എവിടെ പോയി ഇരാപ്പാർക്കാം. Also guys, I had a good haircut yesterday, so me too guys. Yeah, we had a good haircut. So comment below. I don't care. Okay. I don't care. Okay, this is a nice place. Baki Melvin full kaanikum. So we are capturing every place here, each and every corner. So it's a very nice experience and very nice place. I hope you also enjoy everything about this place. ഞാൻ ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്താം. പരിചയപ്പെടുത്താനൊന്നുമില്ല, കാണിച്ചു തരാം. ശ്വേതാജി
എന്നാ ഉണ്ട് വിശേഷം ഗൈസ്? ഇവിടെ ശ്വേതജി ടോം തോമസും പിന്നെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഹായ് ഗൈസ്, ഹായ് ഹായ്. എന്നാ ഉണ്ട് വിശേഷം? സുഖം സുഖം സുന്ദരം. ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണോ? ചന്ദ്രൻ ചേട്ടന്റെ വീഡിയോ കണ്ടാൽ അമ്പുലിമാമൻ ചോദിച്ച പോലെയാണോ? എന്നാണ് വിശേഷം? ഞാനിവിടെ ഫോട്ടോ എടുക്കുന്നത് ബിസിയാണ്, ബിസി ഫോട്ടോഗ്രാഫർ. ഓക്കെ ഗൈസ്, അപ്പൊ സാറിന്റെ ഫോൺ ചാർജർ അകത്തോട്ട് വരിക. കമന്റ് ബിലോ. അതെ 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 ഗൈസ്, ഇവിടെ പ്രത്യേകിച്ച് എന്താ പറയാ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുക, അതൊക്കെ തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. സോ യാ, ഇനിയും കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് നടക്കാൻ പോണം അങ്ങോട്ടൊക്കെ. സോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പം ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്നവന്നൂരിൽ നിന്ന് കുറച്ചുകൂടി ദൂരം വന്നു കഴിയുമ്പോഴേക്കും എക്സാക്ട് പ്ലേസ് ക്ലാവര എന്ന് പറയും. സോ ഇവിടുന്ന് കുറച്ച് പോയ ക്ലാവര ഒരു ജസ്റ്റ് ഒരു ഇതാണ്, ഒരു ഗ്രാമമാണ്. ഇന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോലൂർ എന്ന് പറഞ്ഞ വേറൊരു ഗ്രാമമുണ്ട്. സോ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ഇതൊരു മഡ് ഹൗസ് കൈൻഡ് ഓഫ് സെറ്റപ്പാണ്, പക്ഷെ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര പീസാണ്. അതായത് നിങ്ങൾ എവേ ഫ്രം ദ വേൾഡ് വന്ന പോലെ ഇരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം നിയർ ടു ക്ലാവര ആയതുകൊണ്ട് ടോം പറഞ്ഞ ഡയലോഗ് ഞാൻ കോപ്പി അടിക്കുക. അതായത് വി ആർ ആക്ച്വലി കിലോമീറ്റേഴ്സ് വൈസ് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരം ചുറ്റിക്കറങ്ങിയാണ് വന്നത്. പക്ഷേ നമുക്ക് കേരളത്തോട് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. കാരണം ഇവിടുന്ന് തൊട്ടപ്പുറത്ത് കേരളമാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. തൊട്ടപ്പുറത്തെ ഇതെന്ന് പറയുന്നത് നമ്മുടെ വട്ടവടയാണ്, മൂന്നാറിലെ നെക്സ്റ്റ് മല കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ നമുക്ക് ഡ്യൂ ടു സം റെസ്ട്രിക്ഷൻസ് നമുക്ക് വട്ടവടയിൽ നിന്ന് ക്ലാവരയിലോട്ടുള്ള ആ ഒരു ഇത് വഴി ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വരാൻ പറ്റില്ല. സോ കറങ്ങി വേണം വരാൻ. സോ അതാണ് നമുക്ക് അതൊക്കെയാണ് സംഭവങ്ങൾ. യാ, ഞങ്ങൾ ബാക്കി നടക്കാനൊക്കെ പോകുമ്പോൾ ബാക്കിയൊക്കെ കാണിച്ചു തരാം. ഓക്കെ ബൈ. സോ വെൽക്കം ടു ഡേ 2. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു. ഇന്നലെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു, റീലൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് തന്നെ തിരിച്ചടുത്ത് വന്നു. എന്നിട്ടൊന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി. എന്നിട്ട് ചുമ്മാ കുറേ നേരം തണുപ്പാണ്, ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ പുറത്തകത്തൊക്കെ ആയിട്ടിരിക്കും നിന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചത് നിങ്ങൾ കണ്ടില്ലേ, നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും. ഫുഡ് നല്ല ഫുഡായിരുന്നു. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ IPL ഒക്കെ കണ്ടു അങ്ങനെ. പിന്നെ ഇവിടെ നെറ്റ് കുറച്ച് നെറ്റ്വർക്ക് ഭയങ്കര കുറച്ച് ജിയോയ്ക്ക് റേഞ്ച് ഉള്ളൂ. ജിയോ നെറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. കോള് കണക്റ്റ് ആവും, പക്ഷേ നെറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ വേറെ ഒരു പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. പിന്നെ ഇത് ഇപ്പം എണീറ്റ് ഇപ്പോൾ ഒരു 6:15 സമയമായി. നല്ല തണുപ്പാണ്. കൈയൊക്കെ ഇങ്ങനെ പുറത്തിട്ടാൽ ഫോൺ പിടിച്ച കൈ എന്നെ മരച്ചു പോകും. ആ ഒരു അവസ്ഥയിലുള്ള തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. കാറ്റില്ല, പക്ഷേ എന്നാലും ഭയങ്കര തണുപ്പാണ്. അപ്പം ഞാൻ വെറുതെ കസേരയിലിങ്ങനെ ഫീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് നേരം എല്ലാവരും എണീറ്റ് വന്ന് കഴിഞ്ഞിട്ടൊന്ന് നടക്കാൻ പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ പോകണം. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ പോകുന്ന വഴിക്ക് കാണിക്കാം. പിന്നെ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേയും കൊടൈക്കനാലാണ്. ഇന്ന് എവിടെയൊക്കെ പോകുന്ന അറിയത്തില്ല, നോക്കട്ടെ, എല്ലാം കാണിക്കാം. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. പ്ലീസ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും നടക്കാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ രാവിലെ നീട്ട് നടക്കാൻ പോകുന്നു. ഗുഡ് മോർണിംഗ്. യാ, ഇറ്റ്സ് എ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അൻവറിലെ പൃഥ്വിരാജിനെ പോലില്ലേ? എനിക്കറിയാം. അല്ല, സയ്യിദ് മസൂദിനെ പോലെ. അതെ സൂഹിച്ച് ടോം തോമസിന്റെ ഗൈസ്, ടോം തോമസ് പുതിയ ചാനൽ തുടങ്ങാൻ. അപ്പം ഞാൻ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഡു ചെക്ക് ദറ്റ് ഔട്ട്. യു ക്യാൻ സീ അമേസിംഗ് വീഡിയോസ് ആൻഡ് ഫുട്ടേജസ്, ഹിസ് ട്രാവൽ സ്റ്റോറീസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതേ ഇപ്പോൾ ശ്വേതജി ടോം തോമസിന് വീഡിയോ ഷോട്ട് എടുത്ത് കൊടുക്കുക.
പിന്നെ എന്നാ നമ്മളിത് ഇപ്പം നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ക്ലാവരയ്ക്കാണ് പോകുന്നത്. സോ രാവിലെ എണീറ്റ് എല്ലാവരും ഫ്രഷപ്പ് ആയോന്ന് ചോദിച്ചാൽ ഫ്രഷപ്പായി. വെള്ളമില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശോകമായിരുന്നു. ഇപ്പം സെറ്റാക്കാന്ന് പറഞ്ഞവർ. അപ്പം അത് സെറ്റാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നിട്ട് വരുമ്പോൾ സെറ്റാകുമായിരിക്കും. സോ അപ്പം നമ്മൾ നടക്കാൻ പോവാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ ടോം തോമസൻ 2 വാക്ക് വ്ളോഗിനെ പറ്റി, വ്ളോഗിലേക്ക് ഒരു സംഭാവനയായിട്ട്. ഗൈസ് അതായത് പ്രകൃതിയുടെ വരദാനമായ പിന്നെ രണ്ട് വാക്ക്. നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. സാറിന് ഗതയിൽ 2 വാക്ക്. ശ്രീ പറഞ്ഞതിൽ 2 വാക്ക്. ബാത്റൂമിൽ വെള്ളമില്ല, കറണ്ട് ഇല്ല. ടോം തോമസയുടെ എസ്തെറ്റിക് വീഡിയോ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക ഗേസ്. ഞങ്ങൾ നടക്കാൻ പോവാ. അയാള് ബാക്കിയുള്ള വിഷ്വൽസ് കാണിക്കാവേ. ഇതുണ്ടോ, നമ്മളങ്ങനെ നടന്ന് ഒരു കൃഷിയുടെ അടുത്തെത്തി. ഇത് ഇലക്ട്രിക് ഫെൻസ്ഡ് ആണ്. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം ഗ്രീൻ പീസിൻ്റെ കൃഷി. കണ്ടോ, ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഫാമിങ്, ടെറസ് ഫാമിംഗ് ആണ് ചെയ്യുന്നത്. ഇവിടെ ഇതിപ്പോൾ ഗ്രീൻ പീസിൻ്റെ ആണ്. പിന്നെ അതേ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്യാരറ്റ്, അവിടെ കണ്ടോ, അവിടെ ക്യാരറ്റിൻ്റെ കൃഷിയുണ്ട്, പിന്നെ കോളിഫ്ലവർ ഉണ്ട്. അങ്ങനെ കുറേ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതൊരു കൃഷി സ്ഥലമാണ്. ലൈക്ക് നിങ്ങൾ കൊടൈക്കനാൽ വരുവാണെങ്കിൽ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നിങ്ങൾ ഈ സൈഡ് മഞ്ഞൂർ ആ ഒരു സൈഡിലോട്ട് വരുവാണെങ്കിൽ, ക്ലാവർ ആ സൈഡിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടുത്തുള്ള ആൾക്കാരുടെ ഇതൊക്കെ ഓരോരോ കൈൻഡ് ഓഫ് ഗ്രാമങ്ങളാണ്. ഇവിടുത്തുള്ള ആൾക്കാരുടെ വരുമാന മാർഗ്ഗം കൃഷിയാണ്. അവർ ഈ ടെറസ് ഫാമിലിയിൽ കൃഷി ചെയ്യും, അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കും. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ആ മലയുടെയൊക്കെ അപ്പുറവശം വട്ടവടയാണ്. നിങ്ങൾക്ക് മാപ്പിലെടുത്ത് നോക്കിയാൽ കാണാം. ഈ ക്ലാവരയുടെ തൊട്ടപ്പുറത്തുള്ള സ്ഥലം വട്ടവടയാണ്. അത് കേരളത്തിനോട് തൊട്ടടുത്താണ് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ. സോ അതാണ് ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു പാലവും ഒരു അരുവി തോടൊക്കെ ഉണ്ട്. ഇതായിരിക്കണം അവരുടെ കൃഷിയുടെ വാട്ടർ സോഴ്സ്. സോ ഭയങ്കര പ്രകൃതി, ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി, നേച്ചർ ഇതായിട്ടുള്ള സ്ഥലമാണ്. അടിപൊളിയാണ്. ഭയങ്കര പീസ് ഓഫ് മൈൻഡാണ് ഇവിടെ വന്ന് താമസിക്കാൻ, നടക്കാനും ഇല്ല കൂടെ. ഇപ്പോൾ ഒരു ചെറിയ വെയിലും ചെറിയ ഇതൊക്കെ ആയിട്ട് നല്ല സുഖമാണ്. അങ്ങനെ നടക്കുന്നു. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് കൊടൈക്കനാൽ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിത് നമ്മുടെ മറന്നുപോയി ഗൈസ്, മറന്നു. ഇപ്രാവശ്യം ടച്ച് ചെറുതായിട്ട് വിട്ടു നോക്കൊണ്ടിരിക്കുക. അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തരണം. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ക്യാരറ്റ് മേടിച്ചത്, ഇലയൊക്കെ ഉള്ള ക്യാരറ്റ്. ഞാൻ എടുത്തായിരുന്നു. എന്നിട്ട് അത് വെള്ളമാണ് ഗൈസ്. ചന്ദ്രൻ വേറും എങ്ങനെയായിരുന്നു ഫ്രഷ് ക്യാരറ്റ് അഭിപ്രായം? അടിപൊളി. അടിപൊളിയാ. ഞങ്ങൾ അടുത്ത സ്റ്റേയിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. എത്തിയിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി സ്റ്റേ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്റ്റേ. ഞാൻ കാണിച്ചു തരാം. സൂപ്പർ സ്റ്റേ. അതായത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റേ ആണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കൊടൈക്കനാലിൽ ലേക്കിനൊക്കെ തൊട്ടടുത്തായിട്ട് വരും. കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങളിത് ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും അകത്ത് കയറി ഒന്ന് ഇത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. ഹായ് ശ്രീകുമാർ, എങ്ങനെയുണ്ട് സ്റ്റേ ഒക്കെ? സൂപ്പർ സ്റ്റേ. ഞാൻ കാണിച്ചു തരാം. നമ്മൾ കയറി വരുമ്പോഴേക്കും ഇങ്ങനെയൊരു ഇതാണ് ഒരു പാസേജ് പോലെ. ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. കിച്ചൺ വിത്ത് ഫുൾ ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുക്കൊക്കെ ചെയ്യാം. പിന്നെ നമ്മളിവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോഴേക്കും നമുക്കിവിടെ ഒരു ഹാൾ സ്പേസ് ഉണ്ട്. നമുക്കിവിടെ ഇരുന്ന് ചിൽ ഔട്ട് ചെയ്യാം. സോ പിന്നെ നമുക്കിവിടെ ഒരു 3 ബെഡ്റൂം. അതിനകത്ത് ഇതാണൊരു ഫസ്റ്റ് ബെഡ്റൂം. ഇത് ഞങ്ങളൊരു വാട്ടർ ബോട്ടിൽ മേടിച്ചതാണ്. പിന്നെ നമ്മൾ മേളിലോട്ട് കയറുമ്പോഴേക്കും മേളിൽ 2 ബെഡ്റൂംസ് പ്ലസ് ഒരു 1
വൺ കോമൺ പ്ലേ ഏരിയ അങ്ങനെയാണ്. സോ കാണിച്ചു തരാം. സോ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. അത് എല്ലാത്തിനും ഉണ്ട് അറ്റാച്ച്ഡ് വാഷ്റൂം. സോ ഹൈ യാ വെൻ വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് ബെഡ്റൂം കുറച്ച് വലിയ ബെഡ്റൂമാണ്. ഒരു എക്സ്ട്രാ ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒരു കോമൺ പ്ലേ ഏരിയ ഉണ്ട്. ഇവിടുത്തെ ചന്ദർ റിയാബും ടേബിൾ ടെന്നീസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുക. സീലിങ്ങിൽ എങ്ങനെ കൊണ്ടിരിക്കാന്ന് വിചാരിച്ചോണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ കുറെ പ്ലേ ഏരിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അവിടെ ആയിട്ട് ലേക്ക് വരും. സോ ഭയങ്കര അടിപൊളി അത്യാവശ്യം നല്ല പ്രോപ്പർട്ടിയാണ്. ഓൾമോസ്റ്റ് 10K ആയി, ഓൾമോസ്റ്റ് 9,000 സംതിങ് എന്തോ ആയി ഒരു ഇതിനു വേണ്ടി. സോ എനിവേസ് ഇറ്റ്സ് നൈസ്. ചന്ദ്രൻ, യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് പ്രോപ്പർട്ടി? To be frank, നമുക്കൊരു ഹോംലി ഫീൽ ഉണ്ട്. We have 3 bedrooms and 2 corridors. Yeah, it's good. ഇതൊരു മെയിൻ ബെഡ്റൂം ആണ്. ഈ ബെഡ്റൂമിൽ നമുക്ക് ഇതിന്റെ ഓപ്പണിംഗ് ഉണ്ട് ഇങ്ങോട്ടേക്ക്. സോ ഇത് ഭയങ്കര നൈസ് ആണ്. ഇത് പിന്നെ ഇതുപോലെ സെയിം അപ്പുറത്തെ ഒരു ബെഡ്റൂം ഞാൻ പറഞ്ഞു. സോ അവിടെ നിന്ന് ഓപ്പണിംഗ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ കുറെ ഇൻഡോർ ഗെയിംസ് ഉണ്ട്. നമ്മൾ ഭയങ്കര എൻഗേജിങ് ആവും. ഇവിടെ ഒന്നാമത്തെ കാര്യം ഭയങ്കര നല്ലൊരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി നടന്നും ഇരുന്നും സംസാരിക്കുകയും കൗച്ചിന്റെ തന്നെ ആ ഒരു എസ്തെറ്റിക്സ് കണ്ടോ. ഇവിടെ ഒരു കളർ, അവിടെ ഒരു കളർ. സോ ഭയങ്കര നൈസ് ആണ് ഇവിടെ സംഭവം. ഇൻഡോർ ഗെയിംസ് ആയിട്ട് ഈ ഒരു ക്യാരംസ് ബോർഡും ടേബിൾ ടെന്നീസ് ബോർഡും പിന്നെ എക്സ്ട്രാ അവിടെ ഷട്ടിലിൽ നമുക്ക് ബാഡ്മിന്റൺ റാക്കറ്റ് ഒക്കെ ഉണ്ട്. സോ Guys, honestly speaking, it's worth the money. Yeah, worth the money. 9,000 rupees നമ്മൾ കൊടുത്താലും മൊത്തത്തില് അടിപൊളിയാണ്. സോ യാ, ദാറ്റ്സ് ദ അടിപൊളിയായിരിക്കും. 15 പേര് 20 പേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അത്രയും പേരല്ലോ എന്ന് എനിക്കറിയത്തില്ല. എന്താണേലും മേളിൽ 2 ബെഡ്റൂംസ് ഉണ്ട്. സോ പിന്നെ താഴെ ഒരു ബെഡ്റൂം ഉണ്ട്. സോ അപ്പൊ എന്തായാലും എങ്ങനെയാണ് 10 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി 7 ഉണ്ട്. ഞങ്ങളിപ്പോൾ ഓൾറെഡി 7 ഉണ്ട്. യാ, ഞങ്ങൾക്ക് 2 റൂംസിന് ആവശ്യമുള്ളൂ. പക്ഷെ എന്നാലും ഞങ്ങൾ കണ്ടപ്പോൾ അങ്ങ് ബുക്ക് ചെയ്യുന്നേ ഉള്ളൂ. ബട്ട് മൊത്തത്തിൽ ഭയങ്കര അടിപൊളിയാ. സോ യാ, ഇതാണ് മൊത്തമുള്ള ഒരു സെറ്റപ്പ്. നൈസാണ്. യാ, പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ വരുന്ന വഴി കാണിക്കാവേ. This is Tom Thompson. എന്താ പറയണമെന്നറിയില്ല. ഈ ഒരു ഫുൾ ഒരു ഹോം ടൂർ അല്ലെങ്കിൽ ഒരു Airbnb ഈ ഫുൾ പ്രോപ്പർട്ടിയുടെ ഒരു ഹോം ടൂർ ഇപ്പൊ തന്നെ ഈ ഒരു വ്ളോഗിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നും ഇവരെങ്ങനെ ഇത് കണ്ടുപിടിച്ചു, ഇവർക്ക് എങ്ങനെ കിട്ടി? അതെ, വൺ ആൻഡ് ഓൺലി ആൻസർ ടോം തോംസൺ. ഇവൻ എനിക്ക് ലിങ്ക് അയച്ചതിന് ഞാനാണ് അത് ലൈക്ക് ചെയ്തത്. കാരണം കുറെ പ്രോപ്പർട്ടീസ് നമുക്ക് ലിങ്ക് അയച്ചു, നിങ്ങൾ അത് നോക്കി പറഞ്ഞു. ബട്ട് നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഏത് വേണമെങ്കിലും എടുത്തോ, നമുക്ക് ഏതായാലും ഓക്കെ എന്നൊരു മോഡായിരുന്നു നമ്മള്. സോ അങ്ങനെ അത് കറക്റ്റ് പിക്ക് ചെയ്തു. അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മള് 2 സ്റ്റേ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. 2 ഡേയ്സിന്റെ ഫസ്റ്റ് സ്റ്റേ. അതെ, 2 ലോക്കൽ സെറ്റപ്പ് പറയാൻ പറ്റില്ല. സത്യം. അതെ, കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ സിറ്റി, ജസ്റ്റ് ലേക്ക്, സൈക്ലിംഗ് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ബട്ട് അങ്ങനെ അതിന്റെ ഒരു അന്തർധാര കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്തർധാര മനസ്സിലായല്ലോ, ആ ഒരു അതെ ആത്മാവ്. അതെ, നമ്മൾ അവിടുന്ന് കൊറേ സ്പേസില് കൂക്കൽ, പൂണ്ടി അങ്ങനെ കൊറേ ലോക്കൽ ആയിട്ടുള്ള വഴി കണ്ടല്ലോ. കൂക്കൽ നമ്മൾ വഴി കണ്ടു. പക്ഷെ പോകാത്ത കാരണം അവിടെ സെയിം തന്നെ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി അത് നല്ലൊരു കുറെ സ്പേസിൽ പോയതുകൊണ്ട് നമുക്ക് ടൈം ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പോവാഞ്ഞ. ബട്ട് അങ്ങനെ അതെ, അതായത് നമ്മൾ ഈ പ്ലാൻ ചെയ്ത് പിള്ളേർക്ക് എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസ്, സിറ്റി ലൈഫും വേണം, നമ്മുടെ ഒരു കൺട്രി സൈഡ് ലൈഫും കൊടുക്കണം. അപ്പൊ നമ്മൾ
ആദ്യം തന്നെ നമ്മളെ ശശിയേട്ടന്റെ വീട്ടിലേക്ക് പോയി. ശശിയേട്ടന്റെ വീട് നീ ഇവിടെ പുച്ചിക്കുന്നു മഞ്ജു വരെ പോയി താമസിച്ചു. വേറെ തിരുമണ അപ്പോഴേക്കും അവിടെ പിന്നെ വെള്ളത്തിന് കുറച്ച് അവൈലബിലിറ്റി. പിന്നെ അത് നമ്മുടെ കുഴപ്പമില്ല. അണ്ണൻ രണ്ടുപേരും തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇത് നമുക്കറിയാലോ മനുഷ്യന്റെ കാര്യം. പൈസ കുറച്ചാണ് നമുക്ക് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായി. അത് മാത്രമല്ല ഫുഡ് ഒക്കെ ഹോംലി മീൽസ് അല്ലേ. അതെ, ബട്ട് ഈ ഒരു വ്ലോഗ് കാണുന്നവര് അത് നമ്മൾ ഒരിക്കലും നെഗ് പറയത്തില്ല, കാരണം അത് നല്ലതാണ്. നമുക്ക് അങ്ങനത്തെ ഒരു വൈബ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഭയങ്കര നല്ലൊരു സാധനമാണ്. ഇവിടെ താമസിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അടിയാവുന്നത്. ബട്ട് സ്റ്റിൽ അണ്ണൻ പറഞ്ഞപ്പോൾ ഞാൻ യോജിച്ചു. ഈ പ്രോപ്പർട്ടി അടിപൊളിയാണ്, 2 ദിവസം നിൽക്കാനുള്ളതുണ്ട്. ബട്ട് സ്റ്റിൽ 2 ദിവസം നിൽക്കാനുള്ളതുണ്ട്. ബട്ട് സ്റ്റിൽ പക്ഷേ നമ്മളിത് പറഞ്ഞ് ഈ വ്ളോഗിന്റെ ഈ പോർഷൻ എടുക്കാനുള്ള കാരണം തന്നെ ടോം തോംസൺ. ഇതാണ്. As I always say, everyone needs a Tom Thompson in their life. അണ്ണന്റെ കളികൾ വേറെ പലയിടങ്ങളിലായി. അതെ 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 ഞാൻ പറയുന്നില്ല. അതെ അതെ ഞങ്ങൾ പതിയെ അതൊക്കെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ നമ്മൾ വേറെ സാധനം ബസ്സിന്റെ കൂടി ഊട്ടിയിൽ യാത്ര ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം. ഇല്ല പറ. അത് നിങ്ങൾ വിചാരിക്കും അത് ആദ്യമായിട്ടുള്ളതാണ് മസിനഗുഡി വഴി ഊട്ടി. പക്ഷെ അത് അണ്ണൻ ഓൾറെഡി അതെ 3-ാം വയസ്സ് തൊട്ട് ഗൈസ് നിങ്ങളൊക്കെ റീലിൽ മസിനഗുഡി വഴി ഊട്ടി ടാഗ് വരുത്തുന്നതിന് മുന്നേ തന്നെ അവിടെ കണ്ട് ഇതൊക്കെ എന്തെന്നുള്ള ഒരു എക്സ്പ്രഷനിലിരിക്കുന്ന ആളാണ് ഈ വ്യക്തി. അവിടെ നമ്മൾ ഊട്ടിയിൽ ചെന്ന ഊട്ടിയുടെ വൈബും മസിനഗുഡിയുടെ സോളും എല്ലാം നമ്മൾ കണ്ട് തീർത്ത് വരുത്തുള്ളൂ. അത് നമുക്ക് വയനാട് നമുക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് സൗത്ത് ഇന്ത്യയിലെ കാടുകൾ മൊത്തം എല്ലാം കണ്ടിട്ട് നമ്മൾ നമ്മളിപ്പോഴത്തെ സൗത്ത് ഇന്ത്യ ഒരുപാട് കാടുകളൊക്കെ വെച്ച് കുറെ പോയി, അല്ലാതെ നമ്മള് വേറെ ട്രിപ്സ് പോയി. സോ നമ്മള് പറയുമ്പോ കൊടൈക്കനാലോ രണ്ട് മടുത്ത സ്ഥലം തോന്നുന്നത്. പക്ഷെ അണ്ണനോട് പോയി മുമ്പ് മാജിക് മഷ്റൂം പറഞ്ഞ കൊണ്ട് നമ്മൾ ഇവിടെ അതെ അത് ഞാൻ അംഗീകരിച്ചിരുന്നു. റീൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു ടാബായിട്ട് വരുന്നതിന് മുന്നേ തന്നെ അതെ ഈ വ്യക്തി പോയിട്ടുണ്ട്. അതെ 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 വളരെ ടോം തോംസൺ. പിന്നെ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും വളരെ നമുക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. ഈ സന്തോഷം നമുക്ക് ഇത്രയും നമ്മളെ സഹായിച്ച് നമ്മുടെ സന്തോഷം അവരിതൊക്കെ കണ്ട് ശീലിച്ചു. ഇതിലൊക്കെ സന്തോഷം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം നമ്മുടെ കൂടെ വന്ന് നമ്മളെല്ലാം അതായത് ഇത്രയും 12 മണിക്കൂർ യാത്ര ചെയ്ത് എല്ലാവർക്കും കംഫർട്ട് അല്ലായിരുന്നു എല്ലാരും. നമ്മൾ ഹേറ്റേഴ്സിനെ നമ്മൾ കാണിച്ചുള്ളൂ. നമ്മുടെ അപ്പൊ എല്ലാരും നല്ലൊരു ഹാപ്പി അല്ലേ? അതാണ് നമുക്ക് വേണ്ടത്. ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല. അതെ 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 സന്തോഷപൂർണ്ണം എല്ലാം ഞങ്ങളുടെ സ്വന്തം ജോമിന്റെ ഇതാണ് ഞങ്ങൾ കണ്ണിൽ ഉണ്ണിയാണ്. സോ ദാറ്റ് വാസ് ഇറ്റ് ഗൈസ്. ദാറ്റ് വാസ് ദി what to say. So ബാക്കി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്ന വഴിക്ക് കാണിച്ചു തരാം. ഓക്കെ ബൈ. ஒரு பிரியாணி கைக்கிறதுக்கு இந்த லூஸ் முன்ன 1 கிலோமீட்டர் அந்த பக்கம். ഗൈസ് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. അപ്പം ഇറങ്ങി തപ്പി കുറേ നേരമായി ഒരു ബിരിയാണി തപ്പി നടക്കുന്നു. ഇപ്പൊ കിട്ടുമായിരിക്കും. ഇപ്പൊ കിട്ടും കേസ്. നമ്മളിപ്പോ കടയിൽ ചെല്ലുന്നതായിരിക്കും, ഫുഡ് കിട്ടുന്നതായിരിക്കും, നമ്മൾ കഴിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളൂ. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട്
കണ്ടുപിടിച്ച് ഒരു ബിരിയാണി കട വന്ന് ബിരിയാണിയും കലക്കിയും പൊറോട്ടയും ബൺ പൊറോട്ട ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ടോം തോംസൺ ആണല്ലോ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ ഹോട്ടലിൽ ഒരു ചരിത്ര പ്രസിദ്ധമായ ഇതുണ്ട്. ഇത് ആരുടെ ഹോട്ടലാണെന്ന് അറിയാം? AR റഹ്മാന്റെ. AR റഹ്മാൻ ആദ്യം പുറത്തടിക്കായിരുന്നു. എന്റെ വ്ളോഗ് ചാനൽ മുട്ടിക്കോ? പാട്ട് പാടി. അല്ല, പൊറോട്ട അടിച്ചപ്പോ ഒരു താളം കിട്ടി. ചന്ദ്ര പൊറോട്ട അടിച്ചപ്പോ ഒരു താളം കിട്ടി. ആ താളത്തിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്തു. പിന്നെ മറ്റേ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു, മറ്റേ ശിവമണി. ഇവിടെ മന്തിയുടെ ഫോട്ടോ മാറ്റി തന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ആ ഫുഡ് വന്നിട്ട് ഞാൻ പറയാല്ലേ. ബിരിയാണി വന്നിട്ട് ഇന്നേക്ക് ഒരു കുടി എല്ലാരും വാങ്ങേ. ഓൾവേസ് വെൽക്കംസ് യു. ഒരു യൂട്യൂബ് വീഡിയോയുടെ ഇതാ. സുരേശ്മാർ ഹായ്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പറയാം ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്. ഹായ് ഗായ്സ്. അങ്ങനെ നമ്മൾ എവിടെ എത്തി? നമ്മള് ഫുഡ് കഴിക്കുന്നല്ലേ ലാസ്റ്റ് കാണിച്ചത്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, നല്ല ബിരിയാണി. നമ്മൾ ദഹിക്കാൻ വേണ്ടി നടക്കണം. അതെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് വ്ളോഗിനകത്ത് കുറെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. സൈക്ലിംഗ് ആയിരുന്നു. ഞങ്ങള് കുറച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പം ഞങ്ങള് അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ സൈക്കിളൊക്കെ ഓടിച്ചു, റീലൊക്കെ എടുത്തു, ഇങ്ങനെ ചില്ല് നടക്കുമായിരുന്നു. ഇനിയിപ്പം എന്താ പരിപാടി? ഇനിയും പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഞങ്ങൾ ഇനിയും പോകണം. വീട്ടിൽ കുറെ ഗെയിംസ് ഉണ്ട്, നമുക്ക് അതൊക്കെ ഉണ്ട്. പിന്നെ guys, these places are too crowded in holidays. Yeah. Especially this is Saturday and tomorrow is Sunday. Thank you bro. This is what? How much? this is what Oh my God, Kana. അതെ. സോ ഞങ്ങൾ ഇനിയും ഇവിടെ ഒരു മാർക്കറ്റിലും കൂടെ വേറൊരു ചേട്ടൻ ബൈക്ക് വന്നു ചീത്ത മാർക്കറ്റിലൂടെ പോയിട്ട് ഞങ്ങൾ നേരെ പോകുന്നതായിരിക്കും. ഐ മീൻ ലൈക്ക് PG അല്ലല്ലോ, റിസോർട്ട് സ്ഥലത്തോട്ട് പോകുന്നതായിരിക്കും. സോ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയും ബാക്കി PG അല്ലേ വൈകിട്ട് PG എന്നൊക്കെ വെച്ചിരുന്നത്. റിസോർട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. റിസോർട്ടല്ല, അപ്പാർട്ട്മെന്റ്. വെട്ടമില്ല ഓക്കെ. ഇവിടെ വന്നിട്ട് ഒരു സൈക്കിളൊക്കെ എടുത്ത് ഒറ്റയ്ക്കൊക്കെ പോയാ ചില്ല് ചെയ്യാം. അത്ര ഒറ്റയ്ക്കൊക്കെ ഉള്ളത് ഇടയ്ക്ക് നല്ലതാണ്. പീസ്. ഓക്കെ ഗൈസ്. ഹായ് ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഡിന്നർ ടൈമിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ഡിന്നർ നമ്മൾ Airbnb എടുത്തോണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാഴ്സൽ മേടിച്ചോണ്ട് വന്നു. കാരണം നമുക്കൊരു ഫുൾ നമ്മളൊരു ഇൻഡിപെൻഡന്റ് സെറ്റപ്പിൽ നമുക്ക് കഴിക്കാനും പറ്റും. ഈ ഒരു Airbnb ഈസ് വെരി ഗുഡ് ഇൻ ദാറ്റ്. ഓക്കെ, സോ നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്ന പേര് എനിക്ക് നാഷിക ഹോംസ്. അത് നമുക്കൊരു 1 കിലോമീറ്റർ ഫ്രം നമ്മുടെ കൊടൈക്കനാൽ ലേക്ക്. സോ വി ക്യാൻ ഹാവ് എ വാക്ക് ത്രൂ ദ ലേക്സ് ആൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്. നമ്മളിപ്പോ പ്ലാൻ ചെയ്തത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ട് രാവിലെ 5 മണി 6 മണി ആകുമ്പോൾ എണീറ്റ് ഒരു ചെറിയ മോർണിംഗ് വാക്ക് വിത്ത് സം എക്സസൈസ് ടു ബേൺ സം കാലറീസ് ലൈക്ക് ദാറ്റ്. ഫൈൻ. ആൻഡ് വിൽ റാപ്പ് അവർ കൊടൈക്കനാൽ ട്രിപ്പ്. വിൽ ഷൂട്ട് ദ നെക്സ്റ്റ് ഇൻ അതർ ബ്ലൂ. ഗുഡ് മോർണിംഗ്. അപ്പം Day 2 മോർണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സംസാരിച്ചൊക്കെ കിടന്നുറങ്ങി. പിന്നെ അത് കുറച്ചും എണീറ്റു. ഇവിടെ ഒരു അടിപൊളി സൺറൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ സൺറൈസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സൺറൈസ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോ ഇറ്റ് വാസ് വെരി നൈസ്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പം കറക്റ്റ് എൻ്റെ കണ്ണിലൂടെ സൂര്യനിരിക്കുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലേക്കൊക്കെ കാണാം. യാ, സോ അതാണ് ഇന്നത്തെ പരിപാടി. എണീറ്റൊന്നുള്ള ഇനിയും ഫ്രഷപ്പൊക്കെ ആയി കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു 8:30 ബ്രേക്ക്ഫാസ്റ്റ് വരും. അത് കഴിച്ച് കുറച്ച് റീല് ഫോട്ടോസൊക്കെ പിന്നെ എടുത്തിട്ട് ഒരു 10 മണിക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ടോം തോംസൺ ആണ് നമ്മുടെ സാരഥി. സോ ടോം തോംസൺ വിൽ ഗൈഡ് അസ് ത്രൂ ഇത് എന്നിട്ട് നമ്മളുമായിട്ട് വിട്ട് ചെല്ലും. വൈകിട്ട് എപ്പോൾ ചെല്ലുമെന്ന് അറിയത്തില്ല, ചെല്ലുമ്പോൾ ചെല്ലും. ഞാൻ വേറെ ആളെ കണ്ടു തരും. ഒരാൾ ഇരുന്ന് രാവിലെ എണീറ്റിരുന്നിട്ട് ബുക്കൊക്കെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഗൈസ്, രാവിലെ എണീറ്റ് ബുക്കൊക്കെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. മറ്റേ ലിവിങ് പീസ്ഫുൾ ലൈഫ്, ഒന്നിനെക്കുറിച്ച് ആലോചിക്കേണ്ട, ബുക്ക് വായിക്കുക, അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ വ്യൂവിലിരുന്ന് നമ്മൾ ബുക്ക് വായിക്കുന്നത് കണ്ടോ. നിങ്ങളൊന്നും കാണത്തില്ല, കാരണം സൂര്യൻ ഓപ്പോസിറ്റ് അടിക്കുന്നത്, അതുകൊണ്ടാണ്. സോ യാ, അങ്ങനെ അടുത്ത ആൾ വരുന്നു. ഹൈ റിയ ബ്രിജറ്റ് ജോസഫ്, എന്തുണ്ട് വിശേഷം? സുഖം. വ്യൂ ഒക്കെ മറ്റേ മോർണിംഗ് ബ്ലിസ്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്യാബിസിറ്റ്. ഞാൻ ഇട്ട് വന്നപ്പം എനിക്ക് അതോടെ വന്നപ്പോൾ ഒരാൾ ഇതിലെ കൂടെ വീഡിയോ ഒക്കെ എടുത്തോളൂ. ഞാൻ ഞെട്ടിപ്പോയി. അതും റിയാബിസിറ്റ്. ഞാൻ എണീറ്റപ്പോൾ 6:30. നമുക്ക് അതിനെക്കാട്ടി മുമ്പ് ഒരാൾ എണീറ്റ് വന്നിരിക്കും. സോ സോ യാ, അങ്ങനെ നിങ്ങൾക്ക് കാണാൻ ചാൻസ് കുറവായിരിക്കും. വ്യൂ താഴെ ലേക്ക്. ഞാൻ അപ്പുറത്തെ സൈഡിൽ നോക്കാം. നല്ല തണുപ്പ് കേട്ടോ ഇവിടെയും. തണുപ്പിന് കുറവൊന്നുമില്ല. അവിടായിട്ടാണ് ഇത് ലേക്ക് വരുന്നത്. സോ യാ, ഫർദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ കാണിച്ചു തരാവേ. ബായ്. ഡാഡി വിളിക്കാം. സുപ്രഭാതം ഗൈസ്. ഇപ്പോൾ നമ്മുടെ Day 3 ഇൻ കൊടൈക്കനാൽ. നമ്മളിന്ന് തിരിച്ച് കൊടൈക്കനാൽ മൊത്തം കണ്ടിട്ട് തിരിച്ച് നമ്മൾ ഹോം ടൗൺ കോട്ടയത്തേക്ക് പോവാണ്. കോട്ടയം ചങ്ങനാശ്ശേരി ഇതിലെല്ലാം അങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് രാവിലെ നമ്മുടെ കെയർ ടേക്കറിൻ്റെ നല്ല സുടുസുടാ ഇഡ്ഡലി പോട്ടിട്ട് இந்த பக்கம் നോക്ക്. സാമ്പാർ ഇരിക്കെ, ചട്നി ഇരിക്കെ, 2 ടൈപ്പ് ചട്നി ഇരിക്കെ, സവോള ആൻഡ് വെള്ളം, നല്ല സുടുസുടാ കാപ്പി, സുടുസുടാ ചായ, ടീയും ചായയും കൂടെ. അപ്പോൾ ഗൈസ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ പറയാം. അത്രേ ഉള്ളൂ. സുപ്രഭാതം. ഓക്കെ, എങ്കിലും ചെറുതായിട്ടൊന്ന് കോപ്പറേറ്റ് അടിക്കും. ഞാനിന്ന് കോപ്പറേറ്റ് കഴിക്കാം. നമ്മുടെ സക്സസ്ഫുൾ 3 days കൊടൈക്കനാൽ ട്രിപ്പ് ഇവിടെ സന്തോഷകരമായി തീരുകയാണ്. നമ്മളിവിടെ നിന്ന് നേരെ കോട്ടയം. അപ്പോൾ ഇപ്പോൾ വണ്ടി തിരിക്കുകയാണ്. പോവാണ്, കൊണ്ടുപോകാം, എല്ലായിടത്തും കൊണ്ടുപോകാം. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴി ലഞ്ച് കഴിക്കാൻ കുറച്ച് ലേറ്റായി. ഞങ്ങളിപ്പോൾ നിർത്തിയേക്കുന്നത് പാണ്ഡ്യൻസ് ഹോട്ടൽ കമ്പം. ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത ടോമാണ് കൊണ്ടുവരാൻ പറഞ്ഞത്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇത് മട്ടൻ ബിരിയാണി,
ടെൻഡർ സോഫ്റ്റ് ആണ്, കുഴപ്പമില്ല. ഇവരെല്ലാം ചിക്കൻ 65 ഓർഡർ ചെയ്തിരുന്നു. അടിപൊളി. നല്ല എക്സ്പീരിയൻസ് ആണ്. ടിപ്പിക്കൽ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. ഇതിന് പ്രത്യേകിച്ച് ഇതിന് മറ്റേ കറുവപ്പട്ട എടുത്ത് ആണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. എല്ലാവരും റിവ്യൂ ചെയ്യും. എല്ലാവരും ബിസിയാക്കി ഫുഡ് കഴിക്കുന്നവര് പിന്നെ പറയാം. അല്ല താങ്ക് യു. ഗായ്സ്, അങ്ങനെ നമ്മളുടെ ട്രിപ്പ് ഏകദേശം അവസാനത്തിലെത്തിയിരിക്കുകയാണ്. നമ്മളിത് കുറച്ച് മുമ്പേ വരുന്ന വഴിക്ക് പട്ടുമലപ്പള്ളി കയറി പ്രാർത്ഥിച്ചു. കുറച്ച് നേരം അവിടെ വെറുതെ ഇങ്ങനെ ഇരുന്ന് പീസായിരുന്നു. ഒരു ടോട്ടൽ പീസ്ഫുൾ ഫീൽ. അതെ 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 നമ്മള് എല്ലാം നമ്മളിലൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയി. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ എവിടെ തിരിച്ചു പോവാ. ഇനിയിപ്പോ ഇവിടെ നേരെ ഹാപ്പി എൻഡിങ്, നേരെ കുട്ടിക്കാനം വഴി മുണ്ടക്കം വഴി നമ്മള് നേരെ അങ്ങനെ ഫ്ലാറ്റിൽ കൊണ്ടുവരും. അതാണ് ചന്ദ്രന്റെ ആഗ്രഹം. ഓക്കെ, എന്നെ വീട്ടിൽ വിടത്തില്ല. എന്നെ ടോം വീട്ടിൽ കൊണ്ടുപോകും. ടോം പറയും നിന്ന് അവിടെ കിടന്നുറങ്ങാനായിട്ട് നാളെ റംസാൻ അടിച്ചു പൊളിക്കാന്നൊക്കെ. 3 ദിവസത്തെ കൊടൈക്കനാൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കിടന്നു. എങ്ങനെ ശരിയാവും? ടോം ഒരു കിടുക്കന. ടോമിന് അപ്പൊ അതൊക്കെയാണ് ഗെയ്സ്. സോ യാ, ഓൾമോസ്റ്റ് ട്രിപ്പൊക്കെ എൻഡിങ് ആണ്. ഐ നോ ദിസ് വ്ലോഗ് വാസ് നോട്ട് ആസ് യൂഷ്വൽ. ആക്ച്വലി മേലായിരുന്നു, ഫിസിക്കലി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വയ്യായിരിക്കായിരുന്നു. അപ്പോൾ അതാണ്. സോ യാ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. വെയിറ്റ് ചെയ്യൂ. ഹായ് ഗായ്സ്, അപ്പൊ അങ്ങനെ നമ്മുടെ ഫൺ ഫീൽഡ് ബിരിയാണി യാത്ര നമ്മളുടെ കൊടിയിറക്കുകയാണ്. നമ്മള് കോട്ടയം മുതൽ അങ്ങ് കൊടൈക്കനാൽ വരെയുള്ള എല്ലാ ബിരിയാണി പ്രൈസ്, അമ്പൂർ, AR റഹ്മാൻ, എല്ലാ ബിരിയാണി നമ്മൾ ഒരു ബിരിയാണി യാത്രക്ക് ഇവിടെ സമാപനം കുറിക്കുകയാണ്. ഇതിനിടയ്ക്ക് കഴിച്ച എന്തോ എന്റെ വയറ്റിൽ പിടിച്ചില്ല. എന്റെ വേറെ ഞങ്ങളുടെ വയറിലൊക്കെ നല്ലപോലെ പിടിച്ചു കേട്ടോ. സൂപ്പർ. അങ്ങനെ സോ 2 ദിവസം, 2 മൊത്തം ടോട്ടലി 3 ദിവസം നീണ്ട ട്രിപ്പ് ഇവിടെ സമാപിക്കുകയാണ്. സോ കൂടെ നിന്ന് എല്ലാവർക്കും പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി സമർപ്പിക്കുന്നു. അതെ, അപ്പം അവിടെ നിൽക്കണം, അടുത്തൊരു വ്ലോഗ് കാണണം. അതെ അതെ, നമ്മൾ ഇതുപോലെ ഇനി യാത്രകൾ പോകുന്നതാണ്. അതെ അതെ. റിയാബിജിറ്റ് മെറിൻജോബ്, വേറൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് ഈ വ്ലോഗിൽ മെറിൻജോബ് ഞങ്ങളുടെ കൂട്ടത്തിൽ, ഈ ട്രിപ്പിൽ മെറിൻജോബ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുതിയ മെമ്പറെ കൂടെ കിട്ടി. അതെ അതെ. ഞങ്ങളെ കൊളാബറേഷൻ ഞങ്ങൾ സ്വീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു. ഞാൻ പറയട്ടെ, എന്നെ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്ത് എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടി ഭയങ്കര ഹാപ്പി, ഭയങ്കര ജോയ്ഫുൾ ആയിട്ട് 2 ദിവസം എനിക്ക് തന്നതിന് ഐ എം സോ താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്. ഓക്കെ, 3 days എനിക്ക് തന്നതിന് ഐ എം സോ താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്. ഐ വാണ്ട് ടു സേ ദാറ്റ് ഞാൻ കൊടൈക്കനാൽ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. സോ നിങ്ങളുടെ കൂടെ ആയതിൽ ഐ എം റിയലി റിയലി ഹാപ്പി. മെറിൻജോബിന്റെ വക ഒരു പുതിയൊരു ഇത് വരുന്നുണ്ട്. അത് പിന്നെ മെറിൻജോബ് റിവീൽ ചെയ്യും, സർപ്രൈസ്. അതെ അതെ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. റിയാബിജിറ്റ് എന്തെങ്കിലും പറയാനുണ്ടോ? സൂപ്പർ ആയിരുന്നു. ഓക്കെ, ശ്രീമാർ
ടോം തോംസൺ വേണ്ടി നമ്മുടെ സാരഥി എവിടെ കൊണ്ട് കാണത്തില്ല ഗൈസ്. സോ ടോം തോംസൺ ബിസി ഇൻ ഡ്രൈവിംഗ്. അതെ ബിസി ഇൻ ഡ്രൈവിംഗ്. ആൻഡ് അവിടെ താഴെ റൈറ്റ് അതന്നെ ടോം തോംസൺ ഇസ് കൈമാറ്റ്. ടോം തോംസൺ ഇസ് ബിസി ഇൻ ഡ്രൈവിംഗ് ഗൈസ്. സോ അതായിരുന്നു നമ്മുടെ ഈ വ്ലോഗ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ. ഒരു കാര്യം കൂടെ ഗൈസ്, നമ്മൾ ഈ ട്രിപ്പില് മിസ് ചെയ്ത് രാഹുൽ ബാബ്സിനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അവനിപ്പോ UK സെറ്റിൽഡാണ്. അതുകൊണ്ട് അവൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ അവനെ കൊണ്ടൊരു ബിഗ് ബഡ്ജറ്റ് യാത്ര പ്ലാൻ ചെയ്യും. രാഹുൽ ബാബ്സ് സ്പോൺസർ ചെയ്യുന്ന ട്രിപ്പ് സ്പോൺസർ ചെയ്തു. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ രാഹുൽ ബാബ്സ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിക്കൂ. പാലത്തോടെ എത്തി ഗൈസ്. ടാറ്റ ബൈ.
ബൈ.